ഹലോ ഹായ് നമസ്കാരം, ഞാൻ അബിന. എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര കുക്കാണല്ലേ എന്ന്. ഒരിക്കലല്ല കേട്ടോ, ഞാൻ അങ്ങനെ വലിയ കുക്കൊന്നുമല്ല. ഞാൻ അങ്ങനെ വലിയ കൈപ്പുണ്യുള്ള കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര കൈപ്പുണ്യായിട്ട് ഒരു പച്ചവെള്ളം എടുത്ത് തന്നാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ പറയില്ല, അതാണ് എൻ്റെ മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ എന്താ പറയാ, പച്ചവെള്ളം എടുത്ത് തന്നാലും പച്ചവെള്ളത്തിന് ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. എന്താ പറയാ, അത്രേ ഉള്ളൂ. വലിയ കുക്കൊന്നുമല്ല, എല്ലാം ഉണ്ടാക്കും. പക്ഷെ അതിനാ അത്ര പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ, എൻ്റെ വീട് കോഴിക്കോടും ഹസ്ബൻഡിൻ്റെ വീട് എറണാകുളമാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെയും അവിടുത്തെ ഭാഷകൾ വ്യത്യാസമുള്ള പോലെ തന്നെ നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റും ഉണ്ടാക്കുന്ന രീതികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളിൽ കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൽ അമ്മ വെക്കുന്ന സ്റ്റൈലാണ്. അച്ചിങ്ങ, അതായത് നമ്മുടെ നാട്ടിലെ പയർ, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പയർ എന്ന് പറയുന്ന, അവിടെ അച്ചിങ്ങ എന്നാണ് പറയാ. നീളം പയറില്ലേ, അത് നമ്മൾ ഉപ്പേരി വെക്കുക. നമ്മൾ അത്രയല്ല പറയുള്ളൂ, നമുക്ക് ഉപ്പേരി മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ വേറെ പേരുകളൊന്നുമില്ല. നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അത് ഉപ്പേരി അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരനുണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ അതേപോലെ ഒലത്തിയതുണ്ട്. അതായത് അച്ചിങ്ങയൊക്കെ ഒലത്താന്ന് പറഞ്ഞിട്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ ഒലത്തിയ ടൈപ്പ് എന്നൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്റർവ്യൂ വെച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അച്ചിങ് ഒലത്തിയത്, അല്ലെങ്കിൽ നമ്മുടെ പയറ് ഒലത്തുന്നതാണ്. കുക്കറിൽ വെച്ചിട്ട് ഒലത്തി ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളെ ബെല്ലൈക്കൻ നിൽക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അബീസ് വേൾഡ് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. അബീസ് വേൾഡിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ എന്താ പറയുക, നമ്മളെ ജെൻസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ, പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും, ഒരുവിധം പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോസിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല, നമുക്ക് നേരെ അച്ചിങ്ങ, നമ്മുടെ പയറിനെ തോരൻ വയ്ക്കാം. തോരനല്ല, ഒലത്തിയെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് അച്ചിങ്ങ ഒലത്താൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ അച്ചിങ്ങ, പിന്നെ സവാള, പിന്നെ മുളക് പൊടി, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, നമ്മുടെ പച്ചമുളക്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോണത്. കുക്കർ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് താളിച്ച്, കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് നമ്മൾ സവാള അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ടി വരണം. സവാള അത്യാവശ്യം വഴണ്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഒന്നും കണക്ക് എത്രയാണെന്ന് പറയുന്നില്ല, നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഒരു സവാളയിലേക്ക് ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. പിന്നെ അതപ്പോൾ പച്ചമുളക്, ഇവിടെ കാന്താരി മുളകായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പം ഞാൻ അത് ഇട്ടതാണ്. ഞാൻ 4 ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പാകത്തിനനുസരിച്ച് മറ്റേ സാധാരണ മുളകാണെങ്കിൽ 1 ഇട്ടാൽ മതി. അപ്പം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവാന്ന് തോന്നി. അപ്പം ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിൽ വേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേപ്പില ഉണ്ടായില്ല. ഇവിടെ വേപ്പില അധികം യൂസ് ചെയ്യാറില്ല ഞങ്ങൾ ഇവിടെ വീട്ടിൽ. അപ്പം അത് കാരണം വേപ്പില ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേപ്പില കൂടി ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അച്ചിങ്ങ, അതായത് നമ്മുടെ പയറിനെ ഇത് കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ പയറിട്ട് നന്നായിട്ട് മുഴുവൻ കഴുകി, നമ്മൾ മുറിച്ച് വെള്ളമൊക്കെ പോകാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമ്മുടെ മസാലയും സവാളയിലുണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിൽ മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു കപ്പിന് വെള്ളം, ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, നമ്മൾ ഈ വെള്ളം വറ്റിച്ച് കളയും. വെള്ളം ഒഴിച്ച് നമ്മൾ ഉപ്പ് നോക്കുക പാകത്തിനല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുക്കർ മൂടുകയാണ്. കുക്കർ മൂടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവാണ് വിസിൽ വരാൻ. അപ്പോൾ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വന്നോട്ടെ. 2 വിസിൽ മതിയാവും. നന്നായിട്ട് വെന്തുടയണം എന്നുണ്ടെങ്കിൽ 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ വെയിറ്റ് ചെയ്യാണ് രണ്ടാമത്തെ വിസിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തേത് നമ്മൾ സിമ്മാക്കിയിട്ട് സിമ്മിലാക്കിയിട്ടിട്ട് വേണം രണ്ടാമത്തെ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ രണ്ടാമത്തെ വിസിലും വന്നു. നമ്മുടെ ആവിയെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കുക്കർ തുറന്ന്, അപ്പോൾ അതിനകത്ത് വെള്ളം കണ്ടോ, ഈ വെള്ളം നമുക്ക് വറ്റിച്ച് കളയണം. അപ്പോൾ രണ്ടാമതും ഗ്യാസ് കത്തിച്ച് വറ്റിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതൊക്കെ വറ്റി വരുന്നവരെ നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ 2 വിസിലേ വരുത്തിച്ചുള്ളൂ. അപ്പം നമ്മൾ ഒന്നുകൂടെ ഒരു വിസിലും കൂടെ വരികയാണെങ്കിൽ ഇതൊന്നുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉപ്പ് ലേശം കുറവാന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വിസിലും കൂടെ വരികയാണെങ്കിൽ ഒന്നുകൂടെ വെന്തുടയും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ വേപ്പിലാന്ന് ഉദ്ദേശിച്ചത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില ഇവിടെ യൂസ് ചെയ്യൽ കുറവാണ്. അപ്പോൾ ഇതിൽ കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ, ഇത് വറ്റി കഴിഞ്ഞ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി നമ്മുടെ അച്ചിങ്ങതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടോടെ തന്നെ, നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല ചൂടോടെ അച്ചിങ്ങ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അച്ചിങ്ങ ഒലത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ മുന്നത്തെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാവരുടെ എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഇന്നും കൂടെ വേണം. അപ്പം ഇതുപോലുള്ള മറ്റ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബൈ.